ഹലോ, ഗുഡ് മോർണിംഗ് ആച്ചുസേ. കുഞ്ഞുസേ എണീക്ക്, നേരം വെളുത്ത് എണീക്ക്. ഹലോ, എന്തുറക്കിയത്? എണീക്ക്. ക്ലാസ്സിലെന്നും പറഞ്ഞ് ഭയങ്കര ഉറങ്ങിക്കോട്ടാ. ഇത്ര നേരമെന്ന് അറിയാമോ? എണീക്ക്. ഗുഡ് മോർണിംഗ് ആശു. ആശുടെ കറക്റ്റ്. കുഞ്ഞൂസ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ എണീറ്റ് വന്നിട്ടാ. അപ്പൊ ഞാൻ മുറ്റോടിക്കണേണേ. അപ്പൊ കുഞ്ഞൂസ് ചോദിക്കണേണ്, അമ്മ ഒന്ന് വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചാൽ പോരെ, പൊടിയൊക്കെ തെറിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേണ്. അപ്പൊ ഇങ്ങനെ കുറെ നേരമൊക്കെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കണേണ്. അങ്ങനെ അപ്പൊ ആച്ചൂസ് എണീറ്റിട്ടില്ല. ആച്ചൂസിനെ വിളിച്ചിട്ട് ആച്ചൂസ് എണീറ്റിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ ഇറങ്ങി പറഞ്ഞൊക്കെ അടിക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്റെ കൂടെ ഹെൽപ്പറായിട്ട് കുഞ്ഞൂസ് ഇപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ആശു അപ്പൊ തന്നെ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് ആശു എണീറ്റ് വന്ന്. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അമ്മ എന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ നോക്കിക്കൊണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യണോ അടിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരൊക്കെ എന്നെ കൂടെ തന്നെ വർത്താനൊക്കെ. വേറെ ആരും ഇല്ലല്ലോ പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ അതാണ് രണ്ടുപേരും എന്നെ കൂടെ തന്നെയൊക്കെ നിൽക്കണേന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കുറെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ക്ലാസ്സിലത്തെ വിശേഷം, ക്ലാസ് ഇല്ലാത്തതും പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് നേരം ചോദിച്ചു അമ്മ TV കണ്ടോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞിപ്പോ വേണ്ട, സമയമായിട്ടില്ലല്ലോ, രാവിലെ ആയിട്ടുള്ളൂ, ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ TV വെച്ചാൽ മതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കണേന്. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് പണിയൊക്കെ ഉണ്ട്, നമുക്ക് എന്റെ കൂടെ നിൽക്ക്, ഹെൽപ്പായിട്ടൊക്കെ നിൽക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് അപ്പൊ പിള്ളേര് പറഞ്ഞു ശരി അമ്മ കൂടെ നിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നടയൊക്കെ തുടക്കാനുണ്ടായിരുന്നു. നട അപ്പൊ ആശു പറയുന്നുണ്ടായിരുന്നു, അമ്മ നിറച്ചും പൊടിയാണല്ലോ കുറച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് നാളായി തുടച്ചിട്ട്. അപ്പൊ മാതാവിന്റെ ഇത് എപ്പോഴും ഈ പൊക്കിയിട്ടാണ് തുടക്കണത്. അപ്പൊ ആച്ചൂസാണ് എന്റെ ഹെൽപ്പറായിട്ട് ഇത് നിക്കണേട്ടോ. അപ്പൊ ആച്ചൂസ് പറയണ നമ്മ നോക്ക്, ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ മാതാവിന് വെയിറ്റ് ഉണ്ടാവൂലേ എന്നൊക്കെ ചോദിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല മോനെ, എല്ലാ ദിവസവും ഇങ്ങനെ മാതാവിനെ എടുത്തിട്ടാണ് തുടക്കണത്. അപ്പൊ അത് കാരണം അത്ര വെയിറ്റ് ആയിട്ട് ഇതുവരെ ഞാൻ തോന്നിയിട്ടില്ല. അത് കാരണം അതല്ല, മാതാവിനെ എടുത്ത് ഇങ്ങനെ തുടക്കുമ്പോഴേക്കും ഒരു നല്ലതും ആണല്ല, മാതാവല്ലേ. അപ്പൊ അങ്ങനെ എല്ലായിടത്തും അപ്പൊ എടുത്ത സമയത്ത് കുരുത്തോലൊക്കെ എടുത്തു, കുരുത്തോല ഇതിന്റെ സമയത്താണല്ല. അപ്പൊ അതൊക്കെ ഉണങ്ങി താഴേലൊക്കെ വീണ്. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ എടുത്തൊക്കെ വെക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കണേണ്. അപ്പൊ അവരും കൂടെ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അത് കാരണം പിന്നെ കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിനും ഹെൽപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ എന്റെ അടുത്ത് കൂടെ വന്ന് നിന്നോളും. അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ അമ്മ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ TVയുടെ സ്റ്റാൻഡ് കൂടെ അങ്ങോട്ട് തുടച്ചേക്കാന്ന് പറഞ്ഞാണ്. അവിടെയും കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവന് മറ്റേ പ്രൈസ് ഒക്കെ കിട്ടിയ സാധനമൊക്കെ കുറച്ച് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആച്ചൂസിന് പറഞ്ഞപ്പോ ആച്ചൂസ് പറഞ്ഞ് ഞാൻ അത് അപ്പുറത്ത് നിന്നില്ലേ, അപ്പൊ ഈ കുഞ്ഞൂസ് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞൂസാണ് ഇപ്പൊ വന്ന് നിൽക്കണത്, കൂടെ നിന്ന് നിൽക്കണത്. കുഞ്ഞൂസ് വന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നെയാണ്. അമ്മ അവിടെ ഉണ്ട്, പൊടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണേണ് കുഞ്ഞൂസ്. മടിയുണ്ട് ആക്ക്, എന്നാലും കുഴപ്പമൊന്നുമില്ല, വിളിക്കുമ്പോ തന്നെ രണ്ടുപേരും വന്നോളൂട്ടാ. അപ്പൊ അങ്ങനെ അതൊക്കെ പൊട്ടി കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് നീങ്ങിക്ക്, മൂക്കിലേക്ക് പൊടി കയറും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് നീങ്ങണമെന്നില്ല, അവിടെ തന്നെ എന്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കണേണ്. അപ്പൊ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കഴിഞ്ഞന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കഴിയും. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തുണിയൊക്കെ പൊക്കത്ത് ഇരിച്ചിടാനൊക്കെ ഉണ്ട്. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് കളിക്കാമെന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കേണ്ടത് രണ്ടുപേരും. അപ്പൊ ഞാൻ പറഞ്ഞു വൈകുന്നേരം ആവട്ടെ, കളിക്കൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെ ഇതായിട്ട് നിൽക്കണേ. എന്നാ ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പൊക്കത്ത് പോകാം, പൊക്കത്ത് പോയിട്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ട്. അപ്പൊ മിഷ്യത്തിൽ ഏതായാലും ഉണങ്ങിയെല്ലാം കിട്ടുമല്ലോ. അപ്പൊ മിഷ്യത്തില് അപ്പൊ തുണി എടുത്ത് പൊക്കത്തേക്ക് പോയി ഇട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആച്ചൂസ് ഇനി ഒരു കാര്യം വീഡിയോ എടുക്കുക. അപ്പൊ കുഞ്ഞൂസ് വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നെയുണ്ട്. വേഗം രണ്ടുപേരും എടുത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും TV വെക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം രണ്ടുപേരും കൂടി ഹെൽപ്പ് ചെയ്ത് തന്നെയാണ് കേട്ടോ വേഗം തന്നെ വന്നിട്ട്. അപ്പൊ ആച്ചൂസ് വന്നിട്ട് എന്നെ കൂടി ഇങ്ങനെ തലപിടിക്കാനൊക്കെ ഇടക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കാര്യമൊക്കാണ്ട് ഞാൻ എന്തായാലും കുഴപ്പമില്ല, വന്ന് സഹായിച്ചൊക്കെ തരുമല്ലോ വന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ വൈകുന്നേരം ഒക്കെ ചായ കുടിയൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ എപ്പോഴും കാണിക്കണല്ലോ. അപ്പൊ ഷട്ടിൽ ബാറ്റ് കൊണ്ടുവന്നായിരുന്നു രണ്ടുപേരും. വാമ കളിക്കാന്ന് പറഞ്ഞ് ഷട്ടിൽ ബാറ്റ് കൊണ്ടുവന്നു. അപ്പൊ ഷട്ടിൽ ബാറ്റ് അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അത്രേ ഉള്ള വീഡിയോ. അപ്പൊ ഓക്കെ ബൈ.